الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഭൂമിലോകത്ത് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം വിശാലമാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിലെ ഏറ്റവും മഹത്വരമേറിയ ഒരു നിഅ്മത്താണ് മഴ എന്നുള്ളത്. പെയ്തിറങ്ങുന്ന മഴയെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുകൂടി അതിനെ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ഉണർത്തിക്കൊണ്ട് വിശ്വാസികളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ എങ്ങനെയാണ് അല്ലാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു മഴയുടെ മഹിമ നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? മഴയില്ലാതെയായി വെള്ളമില്ലാതെയാകുന്ന അവസ്ഥ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ അനുഭവിക്കുമ്പോൾ മഴയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. സാധാരണ പറയാറുള്ളത് പോലെ കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വിലയറിയാറുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഏതൊരു നിഅ്മത്തുകളും. അതില്ലാതെയാകുമ്പോഴാണ് അതിൻ്റെ മഹത്വം എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക.
ഇവിടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം കാണാം. അല്ലാഹു മഴയെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിൻ്റെ 48-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നത് അല്ലാഹുല്ലദീ യുർസിലുർ റീഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കാറ്റിനെ നിങ്ങൾക്ക് അയച്ചു തന്നത്? അല്ലാഹു കാറ്റിനെ ഈ ഭൂമിയിലേക്ക് സംവിധാനിച്ചു. എന്നിട്ട് ഫതുസീറു സഹാബ, ആ കാറ്റ് മേഘങ്ങളെയും കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങിയതാണ്. ഉരുണ്ടുകൂടി നിൽക്കുന്ന മേഘങ്ങളെ, ആ മേഘങ്ങൾക്ക് മധ്യത്തിലൂടെ അല്ലാഹു കാറ്റിന് നൽകിയിട്ട് ആ കാറ്റ് മേഘങ്ങളെ ഇളക്കി വിട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഫയബ്സുതുഹു ഫിസ്സമാ, എന്നിട്ട് ആ മേഘങ്ങളെ അവൻ ആകാശത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ദിക്കുകളിലേക്ക് അവൻ പരത്തി. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഉരുണ്ട് കിടക്കുന്ന കാർമേഘങ്ങളെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് കാറ്റുകൾ മുഖാന്തിരം മറ്റു പ്രദേശങ്ങളിലേക്ക് അള്ളാഹു അയക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫയജ്അലുഹു കിസഫാ, എന്നിട്ടതിനെ പല കഷ്ണങ്ങളാക്കി അവനവൻ അതിനെ പല കഷ്ണങ്ങളാക്കും. ഫതറൽ വദഖ യഖ്റുജു മിൻ ഹിലാലിഹി, എന്നിട്ടതിൻ്റെ ഇടയിലൂടെ അവൻ മഴ ഇറക്കി തരികയാണ്. ആ കാർമേഘങ്ങളെ മാറ്റിക്കൊണ്ട് അള്ളാഹു ഈ ഭൂമിയിലേക്ക് മഴ ഇറക്കി തന്നു. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പദപ്രയോഗം നടത്തുന്നത്. മേഘം നൽകി ആ മേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൊണ്ട് വ്യത്യസ്ത ദിക്കുകളിലേക്ക് ഇളക്കിവിട്ട് ആ കാറ്റിന് ആ മേഘത്തിൻ്റെ ഇടയിലൂടെ ഭൂമിയിലേക്ക് മഴ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചത് ഫഇദാ അസ്വാബ ബിഹി മൻ യശാഉ മിൻ ഇബാദി. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്ന വാക്ക് ഫഇദാ അസ്വാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് ആ മഴ ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കൊള്ളുന്നില്ല. ചില പ്രദേശങ്ങളിലേക്ക് അല്ലാഹു മഴ നൽകും, ചില പ്രദേശങ്ങളിലേക്ക് മഴ നൽകൂല. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംബന്ധിച്ച് വിശദീകരിക്കണം. എന്നിട്ട് റബ്ബ് പറയുന്നു ഫഇദാഹും യസ്തബ്ശിറൂൻ, ആ മഴ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മഴ ഇറക്കിക്കഴിഞ്ഞാൽ ഇദാഹും യസ്തബ്ശിറൂൻ, ആ ജനങ്ങളതാ സന്തോഷവാന്മാരായി മാറുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമാണ് മഴ, സന്തോഷമാണ് മഴ. മഴ പകരുന്ന ആനന്ദം ചെറുതല്ല സഹോദരങ്ങളെ. ആ റഹ്മാനായ റബ്ബ് മഴയെ ഈ രൂപത്തിലാണ് ഭൂമിയിലേക്ക് നമുക്ക് ഇറക്കി തന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആ മഴ നിങ്ങൾക്ക് ശുദ്ധമാണ്, ഏറ്റവും ശുദ്ധയായ വെള്ളമാണ് നിങ്ങൾക്ക് മഴ. മഴവെള്ളത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ, അൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് ശുദ്ധമായ ജലം നാം നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. ശുദ്ധമായ വെള്ളം അല്ലാഹു ഇറക്കി തന്നു. ഒരായത്തിൽ അല്ലാഹു അങ്ങനെയാണ് പരാമർശിച്ചത്. മഴവെള്ളം തഹൂറാണ്, ശുദ്ധമായ വെള്ളമാണ്. രണ്ടാമത്തെ അല്ലാഹുവിൻ്റെ പദപ്രയോഗം നോക്കൂ നിങ്ങൾ. അനുഗ്രഹീത ജലമാണ് ഈ മഴവെള്ളം, അനുഗ്രഹമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ, മഴവെള്ളത്തെ അല്ലാഹു പ്രയോഗിക്കുന്നത് മാഅൻ മുബാറക, ഇത് ബർക്കത്തുള്ള വെള്ളമാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, പലതരം തോട്ടങ്ങളും അതേപോലെ തന്നെ കായ്കനികളും ധാന്യങ്ങളും ഇതുമൂലം ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് മൂലം അത് നിങ്ങൾ മുളപ്പിക്കുകയും ചെയ്യുന്നു എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മഴ നൽകിക്കൊണ്ടാണ് ഭൂമിയിൽ സസ്യങ്ങളും അതേപോലെ തന്നെ മനുഷ്യന് ഉപജീവനമായുള്ള സകല റിസ്ക്കുകളെയും
ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിക്കുന്നത് മഴവെള്ളത്തിലൂടെയാണ്. അപ്പോൾ മഴവെള്ളം നിങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായ മുബാറക്കൻ അനുഗ്രഹീതമായ വെള്ളമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. മഴയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള വാക്കുകൾ ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മഴയെ സംബന്ധിച്ച് ഏറ്റവും ഖൈറുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ നന്മയുള്ള വെള്ളമാണ്, നിങ്ങൾക്ക് അനുഗ്രഹീതമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ, തഹൂറാണ്, ഇത് ശുദ്ധമാണ് എന്നൊക്കെ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ അറിയേണ്ടത് ഈ മഴയെ സംബന്ധിച്ചിടത്തോളം മഴ തുടർച്ചയായി ലഭിക്കുമ്പോൾ ചില ആളുകൾ മഴയെ ശപിക്കാറുണ്ട്. മഴയെ ശപിക്കുന്ന ശൈലി. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് ഈ ഭൂമിയിലേക്ക് മഴ നൽകിയതിൻ്റെ മഹത്വത്തെ, അതിൻ്റെ വലുപ്പത്തെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മഴ ലഭിച്ചതിനു വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ശുക്ർ പറയേണ്ട ആളുകളാണ്. ശുക്ർ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഫള്, ആ റഹ്മത്തിൽ നിന്ന് നോക്കൂ, നിങ്ങൾ മഴയില്ലാതെ വരുമ്പോൾ നിങ്ങൾ മഴയെ ചോദിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഫളിനാൽ റഹ്മത്തിനാൽ ഞങ്ങൾക്കിതാ മഴ ഇറങ്ങിയിരിക്കുന്നു എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പറയണമെന്നാണ്. ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ട വാക്കെന്താ? മഴ പെയ്തിറങ്ങുമ്പോൾ ഓരോ മുഅ്മിനീങ്ങളും പറയേണ്ട വാക്ക് മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി എന്ന് പറയണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടൊരു വിശ്വാസിയുടെ നാവിൽ നിന്ന് എന്തേ വരാവൂ? ശുക്റിൻ്റെ വാക്കേ വരാൻ പാടുള്ളൂ. നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു ഒരു ഖൈറിനെ നമുക്ക് നൽകുമ്പോൾ അതിന് അള്ളാഹുവിനോട് എന്ത് പറയണം? ശുക്റിൻ്റെ വാക്ക്, നന്മയുടെ വാക്ക് പറയണം. മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി എന്ന് പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ശാപവാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അനദ്ദഹർ, ഞാനാണ് കാലം, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. മഴയെ ശപിക്കുന്നവർ, മഴയെ പഴിച്ചു പറയുന്നവർ, ഒരു മഴ പെയ്തിറങ്ങുന്ന മഴയാണെങ്കിൽ നിൽക്കണില്ല എന്ന് ശപിച്ചുകൊണ്ട്, മഴയെ ശാപവാക്കുകൊണ്ട് മഴയെ ശപിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട്. സഹോദരങ്ങൾ, അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുക്റിൻ്റെ ആളാവണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, വെറും ഒരു ശുക്ർ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് മാത്രമല്ല. ഏതൊരു നിഅമത്തിനും നിങ്ങൾ അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നല്ലൊരു ഭവനുണ്ടായി, അള്ളാഹ്ക്ക് നിങ്ങൾ ശുക്ർ കാണിക്കണം. നല്ലൊരു കുടുംബം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. നല്ലൊരു ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. ആ ശുക്ർ ഏതാ? പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചല്ലോ, വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. വഷ്കുറൂ ലീ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് കേട്ടോ എന്നാണ്. എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അവിടെ നന്ദി എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അള്ളാഹു ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ എന്നൊരു വാക്ക് നന്ദിയുടെ വാക്കാണ്. അത് പറയുക മാത്രമല്ല നന്ദി. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമ എന്ന് പറഞ്ഞാൽ പരിപൂർണമായും അള്ളാഹ്ക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു അടിമയായി നമ്മൾ മാറുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇബാദത്തുകളുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാണെന്ന് പറഞ്ഞാൽ അല്ല വിലക്കിയ സകല ഹറാമുകളോടും വിട പറയുന്നവരായിരിക്കും. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അത് ചെയ്യാൻ പാടില്ല. അതാണ് നന്ദി. നന്ദി എന്നുള്ളത് നാവുകൊണ്ട് മാത്രമല്ല, നാവുകൊണ്ട് മാത്രം പറഞ്ഞ് മൗനം പാലിച്ചിരിക്കലല്ല, മറിച്ച് നാവുകൊണ്ട് പറയുകയും അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും റബ്ബിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ്. വെറും നാവുകൊണ്ട് മാത്രം നന്ദി പറഞ്ഞ്
അമലുകളിലേക്കും ഇബാദത്തുകളിലേക്കുമൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ശുക്രുൽ കദ്ദാബീൻ, അത് കദ്ദാബുകളുടെ ശുക്രാണെന്നാണ്. കദ്ദാബുകളുടെ ശുക്രാണ്. മഴ കിട്ടി അൽഹംദുലില്ലാ. ആ മഴ തന്ന റബ്ബ് നിസ്കാരത്തിന് പള്ളിയിലെത്താൻ പറഞ്ഞതിൽ ശ്രദ്ധിക്കാറുണ്ടോ? ആ മഴ തന്ന റബ്ബ്, ആ റഹ്മാനായ റബ്ബ് മഴ കിട്ടിയപ്പോഴേക്ക് അൽഹംദുലില്ലാ എന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴ തന്ന റബ്ബ് പലിശ അരുത് എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ആ പലിശയുടെ വിഷയത്തിൽ നിലപാടുകൾ നന്നാക്കിയിട്ടുണ്ടോ? ശിർക്കിന്റെ ഗൗരവത്തെ ദീന് പഠിപ്പിച്ചപ്പോൾ ആ ഗൗരവം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഹറാം സംസാരിക്കരുതെന്ന റബ്ബിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹു പുണ്യമായി പഠിപ്പിച്ചതിലേക്ക് അടുക്കുകയും ചെയ്യലാണ് ഒരു നന്ദിയുള്ള ഒരു വിശ്വാസിയുടെ ശൈലി എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും എല്ലാ മേഖലകളിലും ശുക്ർ പ്രകടമാകണം, നന്ദി പ്രകടമാകണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ പറ്റി നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തുടർച്ചയായി മഴ തരുമ്പോൾ ആ മഴയെ ശപിക്കുകയല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. ഒരു പ്രദേശവാസികൾ, ഒരു നാട്ടുകാർ, അവർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്താൽ, പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുകയാണ് വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു നാട്ടുകാർ അല്ലെങ്കിൽ ഒരു പ്രദേശവാസികൾ, ആമനു അവർ വിശ്വസിച്ചവരാണ്, വത്തഖൗ അവർ തഖ്വയോടുകൂടി ജീവിച്ചവരാണെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവർക്ക് നാം ബറക്കത്തിനെ, നോക്കൂ നിങ്ങൾ, റഹ്മത്തിനെ അല്ലാഹു ഇറക്കിത്തരും. മഴ ലഭിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത് എപ്പോഴാണ്? മഴ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത് നിങ്ങൾ നന്ദിയുള്ള അടിമകളായി ജീവിക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് മഴയെ അനുഗ്രഹമായി നൽകും. സഹോദരങ്ങളെ, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുഗ്രഹമുള്ളതാണ് മഴ എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണെങ്കിൽ, ആ മഴ ഒരു വിശ്വാസിക്ക് അനുഗ്രഹമായി മാറുന്നത് എപ്പോഴാണ്? അള്ളാഹു പഠിപ്പിച്ചത് തഖ്വയുള്ള ഈമാനുള്ള വിശ്വാസരംഗത്ത് തകരാറുകൾ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് അള്ളാഹു മഴയെ അനുഗ്രഹമാക്കി അള്ളാഹു ഇറക്കി കൊടുക്കും. സഹോദരങ്ങളെ, ചിലർ മഴയെ സംബന്ധിച്ച് യോഗ്യത എന്ന നിലക്ക് സംസാരിക്കാറുണ്ട്. തമാശക്കെങ്കിലും ഞാൻ വന്നപ്പോഴാണ് മഴ പെയ്തത്, ഞാനില്ലെങ്കിൽ മഴയില്ല എന്ന രൂപത്തിലൊക്കെ ശൈലി തമാശക്ക് പോലും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് അത്തരം ഒരാളുടെ യോഗ്യത അളന്നിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുന്നതും നൽകാതിരിക്കുന്നതും. മഴയെ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പറ്റം ആളുകൾക്ക് അല്ലാഹു പിന്നെ ബറക്കാത്തിനെ, ആകാശത്ത് നിന്ന് ബറക്കത്തായി മഴ തരണമെങ്കിൽ ആ നാട്ടുകാർക്ക് അല്ലാഹു ഒരു ക്വാളിറ്റി പഠിപ്പിച്ചു. ഒരു ജനത എങ്ങനെ ജീവിക്കണം? തൗഹീദുള്ളവരാകണം, തഖ്വയുള്ളവരാകണം. എങ്കിൽ ആ മഴ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകും. സഹോദരങ്ങളെ, മഴ പരീക്ഷണമായി കൂടി വരാറുണ്ട് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുർജനങ്ങളുള്ള പ്രദേശങ്ങളെ എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചത്. മഴ പരീക്ഷണമായി മാറും, വിശ്വാസികൾക്ക് മഴ പരീക്ഷണമായി മാറും. അതെപ്പോഴാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ പരീക്ഷണമായി മഴ വരുമ്പോൾ, തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്നാൽ മഴ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഴയെ അള്ളാഹു ശിക്ഷയായി ഇറക്കിയ ചരിത്രങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, തുടർച്ചയായി 3 ദിവസം 4 ദിവസം ഒരാഴ്ച നിൽക്കാതെ മഴ പെയ്താൽ നമുക്ക് ബേജാറ് തുടങ്ങി അല്ലേ? ആ മഴ ശിക്ഷയായി വരും. ആർക്കാണ് ശിക്ഷയായി വരിക? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു മഴ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അനുഗ്രഹങ്ങളായി നിങ്ങൾക്ക് മഴ ഇറക്കി തരുമ്പോൾ നിങ്ങൾ അനുഗ്രഹമായി കാണും. ആ മഴ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാം. എത്രയോ ജനതകളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ചരിത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇവിടൊക്കെ എന്തറിയോ,
തെക്കുവയും ഈമാനും മുറുകെ പിടിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അത്തരം ആളുകളാണ് അത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതെങ്കിൽ അവർക്കതൊരു പരീക്ഷണമാണ്, മറ്റുള്ളവർക്കൊരു അദാബായിക്കൊണ്ടും അള്ളാഹു മഴയിറക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക, തെക്കുവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് കാണാം. മഴ പെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ സഹോദരങ്ങൾ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ സിൻതാനി ലാ തുറദ്ദാൻ, രണ്ട് കാര്യങ്ങൾ ഉത്തരം കിട്ടാതെ മടക്കപ്പെടുകയില്ല. രണ്ട് കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടാതെ മടക്കപ്പെടുകയില്ല. ഒന്ന് അദ്ദുആഉ, ഒന്നാമത്തെ ദുആ ഇൻദൻ നിദാ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും, നോക്കൂ നിങ്ങൾ, ബാങ്ക് വിളിയുടെ സമയത്തുള്ള പ്രാർത്ഥന. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ ഒരാൾ ദുആ ചെയ്യുന്നുവെങ്കിൽ ആ ദുആക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടും. ബാങ്കിൻ്റെ സന്ദർഭത്തിലുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാങ്കിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയ്ക്ക് ഒരാൾ പള്ളിയിലിരുന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കെ അവിടെ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. രണ്ടാമത്തെ ഹദീസിലെ രണ്ടാമത്തെ പ്രയോഗം അദ്ദുആഉ വഖ്തു പിന്നെ നുസൂലിൽ ഗൈസി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന, മഴ വർഷിക്കുന്ന സമയത്തുള്ള ദുആ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്നാണ്. നമ്മുടെ ഏത് കാര്യങ്ങളും മഴ പെയ്തുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ട്, അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, തെഖ്വയോടെ ഈമാനോടെ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ. വ്യത്യസ്ത സന്ദർഭങ്ങൾ വേറുണ്ട്, പക്ഷേ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയം, ആ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ട് മഴ പരീക്ഷണമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, മഴ ശിക്ഷയായി ഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ജീവിതം തെഖ്വയോടുകൂടി മുറുകെ പിടിക്കുക, വിശ്വാസരംഗത്ത് തകരാറുകളില്ല എന്ന് ഉറപ്പുവരുത്തുക, അള്ളാഹുവിന് യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിക്കുന്ന അടിമകളായി മാറുക. മഴ ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അതിനെ ശപിക്കാതെ, ശാപവാക്കുകൾ കൊണ്ട് പൊഴിയാതെ ജീവിതത്തെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാന വിഷയം, ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നതിൻ്റെ മഹിമയും മഹത്വവും എത്രത്തോളമുണ്ട് എന്ന് കഴിഞ്ഞ ഖുതുബയിലെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാചകമാണ് വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ. അത് ഖുർആനിൻ്റെ പ്രയോഗമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, പ്രാർത്ഥന മുറ പോലെ നിങ്ങൾ നിർവഹിക്കണം, അതായത് നമസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. നിസ്കാരം തോന്നിയ പോലെയല്ല, മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണം. വആത്തുസ് സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും വേണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വർക്കഉ മഅർ റാക്കിഈൻ, റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂഉ ചെയ്യണേ. ജമാഅത്തായി നിങ്ങൾ എന്ത് ചെയ്യണം? റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂഉ ചെയ്യണം. ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരുഷനാണോ ജമാഅത്തിന് പള്ളിയിലെത്തണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം,
ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന് പള്ളിയിലെത്താത്ത ആളുകളുടെ വീടിനെ ചുട്ടുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ആ വീട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരത്തിൻ്റെ നേതൃത്വം ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചിട്ട് ഇമാമത്തിന് നിർത്തിയിട്ട് നമസ്കാരിക്കാൻ പള്ളിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന വീട് ചുട്ടുകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കേട്ട് ശീലമുള്ള ഹദീസ് എന്ന നിലക്ക് ഞാൻ എൻ്റെ വിശാല ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലിനോട് വന്ന് ചോദിച്ച ചോദ്യം എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. പള്ളിയിലേക്ക് വരാൻ റസൂലിനോട് വന്ന് ചോദിക്കാണ്, റസൂലേ സുബഹിൻ്റെ നേരത്ത് എൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വരാൻ ആളുകളില്ല റസൂലേ, ഞാൻ എന്തു ചെയ്യണം, ഞാൻ എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് ചോദിച്ചത് കണ്ണു കാണാത്ത മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് ചോദിക്കുന്നത്, നിൻ്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കാറുണ്ടോന്നാണ്. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീ പള്ളിയിലെത്തണം. നോക്ക് നിങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. വെളിച്ചമുള്ള പിന്നെ പകല് പോലെ തെളിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ സുബഹിൻ്റെ ജമാഅത്തിൻ്റെ സന്ദർഭങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകാറുണ്ട്. വാഹന സൗകര്യങ്ങളുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ആളുകളായിട്ടും ജമാഅത്തിന് സുബഹിക്ക് പോലും പള്ളിയിലെത്താൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്രശ്നങ്ങൾ പറയപ്പെടാം. ജോലി പോകുന്ന ടൈം ഞാൻ പിന്നെ ളുഹറിന് ഞാൻ ഉണ്ടാവില്ല, ജോലി തിരക്കിലാണ്, ജോലി സ്ഥലത്തായിരിക്കും, അതൊരു ഉദറാണ്. അസറിനുണ്ടാവില്ല, ഞാൻ ജോലി തിരക്കിലായിരിക്കും. മഗ്രിബോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉദറുകൾ നമ്മൾ പറയും. സുബഹിക്ക് എന്ത് ഉദറ് പറയാനുണ്ട്, ഇശാഇന്റെ ജമാഅത്തിന് എന്ത് ഉദറ് പറയാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് പറഞ്ഞ വാക്ക്, കണ്ണ് കാണില്ല എന്നൊരു ഉദറ് പറഞ്ഞിട്ടും റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ പള്ളിയിലെത്തണം എന്നാണ്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു തപ്പിപ്പിടിച്ച് ജമാഅത്തിന് പള്ളിയിലെത്തിയ ചരിത്ര സംഭവങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്, എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു. അവിടെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞതുപോലെ നിസ്കരിക്കണം പറഞ്ഞല്ലോ. 25 ഇരട്ടി കൂലിയുടെ ഹദീസ്, 27 ഇരട്ടി പ്രതിഫലത്തിൻ്റെ ഹദീസ്. ഈ ഹദീസുകളൊന്നും വേണ്ടെന്ന് വെക്കുന്ന ആളുകളുണ്ട്. അരുത് സഹോദരങ്ങളെ, ജമാഅത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ വരുന്ന സന്ദർഭത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാവണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോന്നും പള്ളിയിലേക്ക് വരുന്നതിൻ്റെ ഫലം. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ദറജ ഉയരുകയാണ്, മറ്റൊരു കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. നടന്നു വരുന്നതിൻ്റെ കൂലി പറഞ്ഞു, ഒളു ചെയ്ത് വരുന്നതിൻ്റെ പ്രതിഫലം പറഞ്ഞു. അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന് പള്ളിയിലെത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കുന്ന ആളുകളാവണം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം, വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സംസാരത്തിന് വേണ്ടി അല്ലെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ചൊരു ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭമാണ് സുജൂദും അതുപോലെയുള്ള ഇബാദത്തുകൾ. ആ സന്ദർഭങ്ങളിലൊക്കെ റബ്ബിൻ്റെ മുന്നിൽ വന്ന് നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ആ ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കള്ളിത്തിനി ഉടുത്ത് അല്ലെങ്കിൽ കീറിയ വസ്ത്രം ധരിച്ച്, ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ലാത്തൊരാളാണെങ്കിൽ പ്രയാസമല്ല, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, നല്ല വസ്ത്രം വീട്ടിലുണ്ട്, പക്ഷെ അതില്ല. ജോലിക്ക് പോകുമ്പോൾ എടുക്കണേ, രാത്രി വീട്ടിലെടുക്കുന്ന കള്ളി വസ്ത്രം എടുത്തിട്ടല്ല നമ്മൾ പള്ളിക്ക് വരേണ്ടത്. അതൊരു വൃത്തിയും വെടുപ്പും അവിടെ കാത്തു സൂക്ഷിക്കണം. നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം അലങ്കാര വസ്ത്രം ധരിക്കുക. അലങ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. ഇസ്ലാമിക വേഷം ഏത് സമയത്തും അനിവാര്യമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകളെങ്കിലും പള്ളിയിലെത്തുമ്പോൾ ആ പാൻറ്റൊന്നും മടക്കിയേക്കണ സമ്പ്രദായം കാണാം. അള്ളാഹിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. പള്ളിയിലെത്തിയിട്ടൊരു പാൻറ്റ് മടക്കിയേക്കുക, പള്ളിയിൽ നിന്ന് പുറത്ത് കണ്ടിറങ്ങുമ്പോൾ പിന്നെ ആ പാൻറ്റ് താഴത്തേക്ക് താഴ്ത്ത് ആരാ പഠിപ്പിച്ച്?
നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടക്കുന്നത് ഫിന്നാർ, നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല പ്രിയമുള്ളവരെ, ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വസ്ത്രങ്ങൾ ഉയരണം, നെരിയാണിക്ക് മുകളിലേക്ക് നമ്മുടെ വസ്ത്രം കയറി നിൽക്കണം. പുരുഷന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വസ്ത്രത്തിൻ്റെ ശൈലി അത് പാലിക്കണം. നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയൊരു സംഭവമാണെന്ത്, പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ ഈ ടീഷർട്ട് യൂസ് ചെയ്ത് വരുന്ന ആളുകൾ ഇടുന്നതിൽ തെറ്റില്ല, പക്ഷേ പിൻവശത്ത് എഴുത്തും പിക്ചറൊക്കെ ഉള്ള ചില ടീഷർട്ട് ഇട്ടിട്ട് മുന്നിൽ വന്ന് നിൽക്കും. ബാക്കിലുള്ളവൻ്റെ നമസ്കാരത്തിന് വസ്വാസ് ഉണ്ടാകുന്ന രൂപത്തിൽ. സഹോദരങ്ങൾ, അതൊക്കെ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ഒഴിവാക്കേണ്ട വസ്ത്രമാണ്. പള്ളിക്ക് വരുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. കളിക്കാൻ പോകുമ്പോൾ എടുത്തോളൂ, ഫുട്ബോളിന് പോകുമ്പോൾ എടുക്കാം. കുട്ടികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, അത്തരം സന്ദർഭങ്ങളിൽ അതൊക്കെ ഒഴിവാക്കിയൊരു വൃത്തിയും വെടുപ്പും അവിടെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് ജമാഅത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. നമസ്കാരത്തിൻ്റെ ഓരോ മേഖലകളും നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നിസ്കാരത്തിലെ ഷർത്തുകളും ഫർളുകളും നമ്മൾ അറിയണം. അതേപോലെ തന്നെ റുകൂഉം സുജൂദും അത്തഹിയ്യാത്തും തുടങ്ങി ഓരോന്നും ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് പഠിച്ചിരിക്കണം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുവരുന്ന സമയത്തൊരു പക്ഷേ എൻ്റെ അടുക്കൽ കാണിക്കാനുള്ള ഇബാദത്ത് ഞാൻ ചെയ്ത നിസ്കാരമായിരിക്കും. ആ നിസ്കാരം പോലും അത് ആകേണ്ട രൂപത്തിലായിട്ടില്ല എന്നതാണ് ഉത്തരമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ, റസൂലുള്ളാഹിൻ്റെ നിസ്കാരം കഴിഞ്ഞ് റസൂൽ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു, നിസ്കരിക്കുകയാണ്. സുജൂദും റുക്കുഉം കഴിഞ്ഞ് അദ്ദേഹം റുക്കുഉം സുജൂദൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്ക്. രണ്ടാമത്തെ തവണ പറഞ്ഞേച്ചു. രണ്ടാമത്തെ തവണ റസൂലുള്ളാഹി നിസ്കരിക്കാൻ പറഞ്ഞേച്ചു. രണ്ടാമത്തെ തവണ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, ഒന്നുകൂടി പോയി നിസ്കരിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ മനുഷ്യൻ വീണ്ടും നിസ്കരിച്ചു. മൂന്നാമത്തെ തവണയും റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. ഈ സ്വഹാബി ചോദിച്ചു, റസൂലേ, ഞാൻ അറിയുന്ന രൂപത്തിൽ നിസ്കരിച്ചു, എങ്ങനെയാണ് റസൂലേ ഞാൻ നിസ്കരിക്കേണ്ടത്? അവിടെ റസൂൽ നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ അടക്കവും ഒതുക്കവും തുമഅനീനത്തോടെ, അടക്കത്തോടെ ഒതുക്കത്തോടെ നിങ്ങൾ നിസ്കരിക്കണമെന്ന നിസ്കാരത്തിൻ്റെ കൈഫിയത്തിന്, അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കി നിങ്ങൾ, അതൊക്കെ വ്യക്തമായി പഠിച്ചും അറിഞ്ഞും ആ ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വിരിച്ചു വെക്കാനുള്ള ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ തൗഹീദും നമസ്കാരവും അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഇബാദത്തുകളും അതിൻ്റെ മുറപ്രകാരം നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് മാരകമായ രോഗങ്ങളിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മഴ പരീക്ഷണമായി ശിക്ഷയായി ഇറങ്ങാതിരിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن